ഇന്ന് ലോക രക്തദാന ദിനമാണ്. മനുഷ്യ സ്നേഹത്തിന്റെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും പ്രതീകമാണ് രക്തദാനം. മാതൃകാപരമായി രക്തദാനത്തിലൂടെ 51 പേർക്ക് പുതുജീവൻ സമ്മാനിച്ച ഒരാളുണ്ട് പോലീസ് സേനയിൽ. ഹെഡ് ക്വാർട്ടേഴ്സിലെ CPO ശ്രീനു 19-ാം വയസ്സിൽ ആരംഭിച്ച രക്തദാനം ഇന്നും തുടരുന്നു. പത്തൊൻപതാം വയസ്സിൽ വിജയ് ഫാൻസ് അസോസിയേഷന്റെ ഭാഗമായിരിക്കുമ്പോഴാണ് ഇന്നത്തെ CPO ശ്രീനു രക്തദാനം അന്ന് ആരംഭിക്കുന്നത്. നാളിതുവരെ 51 പേർക്ക് രക്തവും പ്ലാസ്മയും നൽകി. രക്തദാന മേഖലയിൽ ആദ്യമായിട്ട് പോകുന്നത് വിജയ് ഫാൻസിൻ്റെ സംഘടനയിൽ നിന്നപ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ രക്തദാനം ചെയ്യാൻ പോയ സമയത്ത് അവിടെ നിന്ന പേഷ്യൻസും ആ രക്തം നമ്മൾ ദാനം ചെയ്തതിന് ശേഷം നമ്മൾ പ്രോപ്പർലി നമ്മൾ പുറത്ത് വരുന്ന സമയത്ത് വൈസ് ചാൻസലറിൻ്റെ അവരുടെ ഒരു ഫേസും അവരുടെ ആയിട്ടുള്ള ഒരു എന്താ പറയേണ്ടത്, അതിന് പറഞ്ഞറിയാൻ പറ്റില്ല അതിൻ്റെ വാക്കുകളെന്ന് പറയുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് രക്തദാനത്തിൽ നമുക്ക് ഒരു 3 മാസം കൂടുമ്പോൾ ചെയ്യണം എന്നുള്ളൊരു ഇതായിട്ട് വരുന്നത്. ഞാൻ 51 തവണയാണ് പ്ലേറ്റ്ലെറ്റും രക്തവും കൂടിയിട്ട് കൊടുത്തിട്ടുള്ളത്. തിരക്കുള്ള ഡ്യൂട്ടിക്കിടയിൽ കോൾ വന്നാലും ശ്രീനു രക്തം ദാനം ചെയ്യാൻ ഓടിയെത്തും. PHQൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ വിളിക്കുകയും എമർജൻസി ആയിട്ട് ബ്ലഡ് കിട്ടാനില്ല, അപ്പോൾ അത് കൊടുക്കണമെന്നുള്ള രീതി പറയുകയും ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് ശരിയാണ്. അങ്ങനെ ഞാൻ തന്നെയാണ് ഡ്യൂട്ടിയുടെ ഇടയിലാണ് ഞാൻ പോയിട്ട് പെർമിഷൻ ചോദിച്ചിട്ട് ശ്രീത്രയിൽ പോയിട്ട് ബ്ലഡ് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു മറക്കാൻ പറ്റാത്ത, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. രക്തദാനം നമ്മൾ ചെയ്ത് വന്നതിന് ശേഷം അവരുടെ വൈസ് ചാൻസലർ അവരുടെ റിലേറ്റീവ്സൊക്കെ ഞങ്ങളുടെ ഒരു പെരുമാറുന്ന സമീപനവും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമുക്ക് പോൾ ബെഡ് എന്ന് പറയുന്നത് കേരള പോലീസ് തന്നെ ഉണ്ട്. അതിൽ തന്നെ ഒരുപാട് പോലീസുകാർ കൊടുക്കുന്നുണ്ട്. ഏത് ഹോസ്പിറ്റലാണ് വിളിക്കുന്നത് അവിടെ പോയി കൊടുക്കും, ഇല്ലെങ്കിൽ ശ്രീത്ര തന്നെ കണ്ടിന്യൂസ് ആയിട്ട് 3-4 മാസം കൂടുമ്പോൾ കൊടുക്കാറുണ്ട്. DGP ഉൾപ്പെടെ സേനയിലെ നിരവധി ഉദ്യോഗസ്ഥരുടെ പിന്തുണയാണ് ശ്രീനുവിന്റെ ഊർജം. സേനയിൽ ബഹുമാനപ്പെട്ട ശ്രീ DGP സാറ് റവാഡ സാർക്ക് വളരെ സപ്പോർട്ടാണ്. 50 തവണ ബ്ലഡ് കൊടുത്ത സമയത്ത് അദ്ദേഹം വിളിച്ച് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള ADGP സാറ് ശ്രീ സാറ് നല്ല സപ്പോർട്ടീവാണ്. അതേപോലെ ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള IG നിശാന്തിനി മാഡം നല്ല സപ്പോർട്ടാണ്. ക്രൈംബ്രാഞ്ച് IG അജിത ബിഗം മാഡം നല്ല സപ്പോർട്ടാണ്. ഇവരെല്ലാം എന്നെ വിളിച്ച് അപ്രിഷ്യേറ്റ് ചെയ്തായിരുന്നു. രക്തം ദാനം ചെയ്യാൻ മടിച്ചു നിൽക്കുന്നവരോട് ശ്രീനുവിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പുതിയ തലമുറയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തർക്കും ഓരോ ഇൻസ്പിറേഷൻ ഉണ്ട്. ചിലവർക്ക് ഫുട്ബോൾ ആയിരിക്കും, ചിലർക്ക് ക്രിക്കറ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ബ്ലഡ് കൊടുക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുക. അപ്പോൾ ആരോഗ്യപരമായിട്ട് ഈ ബ്ലഡ് കൊടുക്കുന്നതും ആരോഗ്യവും തമ്മിൽ യാതൊരുവിധ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അത് തെറ്റിദ്ധാരണയാണ്. ബ്ലഡ് കൊടുക്കുക, നമ്മളെ ശരീരത്തിൽ ബ്ലഡ് കൊടുക്കുമ്പോൾ നമുക്ക് പുതിയ രക്തം നമുക്ക് വരവാണ്. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ബ്ലഡ് കൊടുക്കുമ്പോൾ എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റാത്ത BPO വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യും, കൊടുക്കാൻ ആക്കത്തില്ല. അപ്പോൾ ഇതാണ് അപ്പോൾ പുതിയ തലമുറയ്ക്ക് പറയാനുള്ളത്. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ബ്ലഡ് കൊടുക്കുക കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് ബാങ്കിൽ നമുക്ക് ഈ ഷോർട്ടേജ് എന്ന് പറയുന്ന സംഭവം നമുക്ക് മാറി കിട്ടും. ഒരു ജീവൻ രക്ഷിക്കാനായി ഏറ്റവും വേഗമേറിയതും വേദനയില്ലാത്തതുമായ ഒരു തീരുമാനമാണ് രക്തദാനം. രക്തം ദാനം ചെയ്യാമെന്ന നിങ്ങളുടെ ഒരു തീരുമാനത്തിലൂടെ ഒരു വ്യക്തിക്ക് പുതുജീവനും ഒരു കുടുംബത്തിന് പുത്തൻ പ്രതീക്ഷകളും സമ്മാനിക്കും. മനുഷ്യത്വത്തിന്റെ ഒരു തുള്ളി രക്തം, അത് ദാനം ചെയ്യുക, ജീവൻ രക്ഷിക്കുക. അരുണസാറിനൊപ്പം ജിബിൻ JB, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.